So today I am going to show you a magic trick. Your hands can solve multiplication faster than a calculator. Hold both hands in front of you. Each finger represents numbers 6 to 10. 6 to 10. Okay, each fingers represent numbers from 6 to 10. ഇരു കൈകളും മുന്നോട്ട് പിടിക്കൂ. മുന്നോട്ട് പിടിച്ചു അല്ലേ? അപ്പോൾ ഓരോ വിരലുകളും റെപ്രസെന്റ് ചെയ്യുന്നത് 6 മുതൽ 10 വരെയുള്ള സംഖ്യകളാണ്. ഓരോ വിരലുകളും 6 മുതൽ 10 വരെയുള്ള സംഖ്യകളെ റെപ്രസെന്റ് ചെയ്യും. Hold both hands in front of you. Each fingers represents numbers from 6 to 10. ഇതിൽ ലിറ്റിൽ ഫിംഗർ വന്നിട്ട് 6, റിംഗ് ഫിംഗർ വന്നിട്ട് 7, then മിഡിൽ ഫിംഗർ. മിഡിൽ ഫിംഗർ എന്താണ്? 8. then ഇൻഡെക്സ് ഫിംഗേഴ്സ്. ഇൻഡെക്സ് ഫിംഗർ 9, തമ്പ് 10. ഇങ്ങനെയാണ് വരുന്നത്. അതായത് ലിറ്റിൽ ഫിംഗർ 6, റിംഗ് ഫിംഗർ 7, മിഡിൽ ഫിംഗർ 8, ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്നത് ഇതാണ് ഇൻഡെക്സ് ഫിംഗർ. ഇൻഡെക്സ് ഫിംഗർ 9 ആൻഡ് തമ്പ് ഇസ് 8. ഇങ്ങനെയാണ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് 6 to 10 മോഡലിൽ. ചെറിയ നമ്പർ നമ്മൾ ടെൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ടോപ്പ് നമ്പേഴ്സ് വലിയ നമ്പർ എന്താ പറയുക മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് വൺസ് വെച്ചിട്ടാണ്. മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് വൺസ് വെച്ചിട്ടാണ്. ഇതാണ് ഇതിന്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ 7 into 7 എന്ന് പറയുമ്പോൾ 6ഉം 7ഉം വരുന്നുണ്ട് റൈറ്റ് ഫിംഗറിൽ. പിന്നെ ലെഫ്റ്റ് ഫിംഗറിൽ 6ഉം 7ഉം വരുന്നുണ്ട്. അപ്പോൾ 2ഉം 2ഉം. അപ്പോൾ 2 into 2 എന്ന് പറയുമ്പോൾ 4 കിട്ടി. അപ്പോൾ 4 ഇവിടെ എഴുതി. 4 ഇവിടെ എഴുതി. നെക്സ്റ്റ് 7. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അടുത്ത 7. അടുത്ത 7 എന്ന് പറയുമ്പോൾ എന്താണ് 7 കഴിഞ്ഞിട്ടുള്ള നമ്പർ. അതായത് 8, 9 എന്താണ് 8, 9, 10. അതായത് അപ്പോൾ ഇവിടെ 2 കിട്ടി. ഇനി അടുത്തത് 4 മൾട്ടിപ്ലൈ ചെയ്തു. 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി വരാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 3 into 3 എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ 4 into 10 വെച്ചിട്ട് ചെയ്യണം. 40 കിട്ടിയിട്ടാ. അങ്ങനെയാണ് നമ്മൾ ടെൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചെറിയ നമ്പർ ടെൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 into 2 എന്ന് പറയുമ്പോൾ 4 ഇവിടെ ചെറിയ നമ്പറാണ്. 4 എന്ന് പറയുമ്പോൾ 4 into 10 40. ഇനി അടുത്ത 7 നോക്കുകയാണെങ്കിൽ 3 into 3 അതായത് 4ന് മുന്നുള്ള നമ്പർ. അതായത് അതിന് ശേഷമുള്ള നമ്പറും അതിന് മുന്നുള്ള നമ്പറാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 3 ആണ് വരുന്നത്. അപ്പോൾ 3 into 3 നമ്മൾ എന്താ പറയുക വൺസ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ. അപ്പോൾ 9 into 1 എന്ന് പറയുമ്പോൾ 9 അത് ടോപ്പ് നമ്പറാണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് വൺസ് വെച്ചിട്ടാണ്. അപ്പോൾ 3 കിട്ടി 49 വന്നു. ഇതാണ് വരുന്നത്. 6 times 9 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 6 വരുന്നത് ലിറ്റിൽ ഫിംഗർ ആണ്. ലിറ്റിൽ ഫിംഗർ ഞാൻ ഇവിടെ മടക്കി. അപ്പോൾ ശേഷിക്കുന്നത് നമുക്ക് എത്രയാണ്? 4 ആണ് വരുന്നത്. 1, 2, 3, 4 അങ്ങനെ 4 വന്നു. പ്ലസ് 9 ഇതിൽ കിടക്കുന്ന ഇൻഡെക്സ് ഫിംഗർ. ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പം ഇത് വരുമ്പോൾ എത്രയാണ് വരുന്നത്? അതായത് 5ഉം 6ഉം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 5ഉം 6ഉം ആണ്. അപ്പോൾ നമുക്ക് ശേഷിക്കുന്നത് ഇത് മടക്കി 6 ഞാൻ മടക്കിയപ്പോൾ നമുക്ക് 4 വന്നു. അപ്പോൾ ഇവിടെ എത്ര കിട്ടിയ 1. 4 + 1 അപ്പോൾ എത്രയാ? 5. അപ്പോൾ ഇങ്ങനെ വരണേ 5 into 10 എന്ന് പറയുമ്പോൾ 15. അത് ടെൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 9 എന്ന് പറയുമ്പോൾ എങ്ങനെയാ? 4 into 1 എന്ന് പറയുമ്പോൾ 4. 50 + 4 എന്ന് പറയുമ്പോൾ 54. അങ്ങനെ വരും. അതായത് 4 into 1 എന്ന് പറയുമ്പോൾ 4. അതായത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് വൺസ് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ കിട്ടി. നമ്മൾ ടോട്ടലായിട്ട് ആഡ് ചെയ്തു. 2 കൈ നമ്മൾ എടുത്തു. അപ്പോൾ ടോട്ടലായിട്ട് ആഡ് ചെയ്തപ്പോൾ 50 കിട്ടി. അങ്ങനെ 50 + 4 എന്ന് പറയുമ്പോൾ 54 വന്നു. അതാണ് 6 into 9 എന്ന് പറയുന്നത്. 6 into 9 എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ 6 അതായത് 6th ഫിംഗർ എന്ന് പറയുമ്പോൾ ലിറ്റിൽ ഫിംഗർ ആണ്. ലിറ്റിൽ ഫിംഗർ ഞാൻ മടക്കി.
അപ്പോൾ 1 2 3 4 4 ഇട്ടു. പിന്നെ 9 വരുന്നത് ഇൻഡെക്സ് ഫിംഗർ ആണ്. ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുമ്പോൾ ഒന്നാണുള്ളത്. 9 പറഞ്ഞത് ഒന്നാണുള്ളത്. അപ്പോൾ വലത് കയ്യിൽ ഞാൻ 1 എടുത്തു. ഇൻഡെക്സ് ഫിംഗർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ 1 9. അപ്പം ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുമ്പോൾ 1 എടുത്തു. അങ്ങനെ ഞാൻ 1 ആഡ് ചെയ്തു. അപ്പം 5 × 10 എന്ന് പറയുമ്പോൾ 50. പിന്നെ അടുത്തത് വരെന്ന് വെച്ചാൽ ടോട്ടലാണ്. ഇത് 2 കയ്യിൽ എടുത്ത കാരണമാണ് ടോട്ടൽ വന്നത്. ഇനി അടുത്തത് 4 × 1 എങ്ങനെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ റൂള് കേട്ടിട്ടുണ്ട്. എന്താ പറയുക, ലാർജ് നമ്പേഴ്സ് വരാണെങ്കിൽ നമ്മൾ എന്താ പറയുക, സ്മോൾ നമ്പേഴ്സ് വരാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ടെൻസ് വെച്ചിട്ടാണ്. ടോപ്പ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് വൺസ് വെച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യാം. 10 × 8 എന്ന് പറയുമ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണ്. അതായത് എനി നമ്പർ ദാറ്റ് മൾട്ടിപ്ലൈ വിത്ത് 10 ആണെങ്കിൽ അവിടെ ഒരു 0 ചേർത്താൽ മതി. അപ്പം 18 ഒരു 0 ചേർത്തു. എനി നമ്പർ ദാറ്റ് മൾട്ടിപ്ലൈ വിത്ത് 10 ആണെങ്കിൽ 0 ചേർത്താൽ മതി. ഇതാണ് അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ടെൻസ് മൾട്ടിപ്പിൾസ് നേരത്തെ നമ്മൾ കണ്ടത് 6 to 10 ആയിരുന്നു. ഇത് നമ്മൾ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 10 × 8. ഇപ്പോൾ ഒരു സന്ദർഭം നോക്കുകയാണെങ്കിൽ 12 × 10 നമ്മൾ നമ്പർ എഴുതുക, ഒരു 0 ചേർക്കുക, ഇങ്ങനെ മതി. ടോപ്പ് ഫിംഗേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് വൺസ് ആണ്. ആൻഡ് ഡൗൺ ഫിംഗേഴ്സ് താഴെയുള്ള ഫിംഗേഴ്സ് എന്താണ് ടെൻസ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇത് മുകളിലത്തെ ഫിംഗേഴ്സ് വൺസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. താഴെയുള്ള ഫിംഗേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ടെൻസ് വെച്ചിട്ടാണ്. നോക്കാം. 8 × 8 എന്ന് പറയുമ്പോൾ 8 മിഡിൽ ഫിംഗറിലാണ് കിടക്കുന്നത്. അപ്പോൾ 8 കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്ന് പറയുമ്പോൾ 7 6 ആണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡൗൺ ഫിംഗേഴ്സ് ആണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ താഴെയുള്ള വിരലാണ് 6 എന്ന് പറയുമ്പോൾ. അപ്പോൾ 6 മൾട്ടിപ്ലൈ ചെയ്യുന്നു ടെൻസ് വെച്ചിട്ട്. അപ്പോൾ അവിടെ 6 എഴുതി. നെക്സ്റ്റ് അടുത്തത് 8 വരുന്നു. 8 എന്ന് പറയുമ്പോൾ 8 കഴിഞ്ഞിട്ടുള്ള നമ്പർ 9 10. അപ്പോൾ നമ്മൾ 2 ആണ് എടുത്തിരിക്കുന്നത്. അപ്പം 2 കയ്യിലും 2 വിരലിലും 2 ആണ് എടുത്തിരിക്കുന്നത്. അത് തന്നെ 1 2 ആയി. 2 വിരൽ നമ്മൾ നോക്കണം കേട്ടോ. 6 to 10 വരെയുള്ള വിരലുകൾ നമ്മൾ നോക്കണം. അപ്പം ഇനി അടുത്തത് 8 ആണ് നോക്കേണ്ടത്. 8 നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക 9 10 കഴിഞ്ഞു. ഇപ്പം നമ്മൾ മുന്നിലേക്കായിരുന്നു പോയി. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള അതിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ആണ് വരുന്നത്. 2 ഇടത് കയ്യിൽ 2 ഉണ്ട്, പ്ലസ് വലത് കയ്യിലും കൂടി നോക്കണം, പ്ലസ് 2. 8 കഴിഞ്ഞിട്ടുള്ളത് 9 10. അപ്പം 4. അപ്പോൾ മൾട്ടിപ്ലൈ വിത്ത് വൺസ്. 4 × 1 4. അപ്പോൾ 60 + 4 = 64. അപ്പോൾ ഇങ്ങനെ വന്നു. ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തൊടുന്ന വിരലുകളും താഴെയുള്ളതും കൂട്ടിച്ചേർക്കുമ്പോൾ 10 ആയി മാറ്റുക. പിന്നെ മുകളിലുള്ളതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. വൺസ് വെച്ചിട്ട് മുകളിലുള്ളതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ടോപ്പ് ഫിംഗേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്യുക വൺസ് വെച്ചിട്ട്. അതുപോലെ താഴെയുള്ളതിനും തൊടുന്ന വിരലുകളെ നമ്മൾ ടെൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. I hope you understood. If you didn't understand, feel free to comment below. I'm ready to explain again. Thanks for watching. See you next video with a new trick. Bye.